ഞാൻ അഹമ്മദ് കുട്ടി ഹാജി. അറിയാം, നമ്മളെ അയലക്കത്തുകാരല്ലേ? ഇതിന്റെ പെങ്ങളാ പാത്തുമ്മ. നമസ്കാരം, വരാം. ഓ, ഒരേയും പറമ്പും ആരോ വാങ്ങിയെന്നും താമസം തുടങ്ങിയെന്നും ഒക്കെ കേട്ടു. ഒന്ന് വന്ന് കാണാനോ മിണ്ടാനോ ഇതുവരെ ഒത്തില്ല. ഇതാണ് എന്റെ ലക്ഷ്മി. അസ്സലാമു അലൈക്കും. നമസ്കാരം. മനസ്സിലായില്ലേ? ആര്യാര് സിസ്റ്റർ. ഉള്ളത് പറഞ്ഞാ നേരിട്ട് വന്ന് നന്ദി പറയാനാ ഞമ്മള് വന്നത്. അത്രയ്ക്ക് വലിയ കാര്യ നിങ്ങളുടെ മോൻ ഞമ്മക്ക് വേണ്ടി ചെയ്ത്. അതെ, വിവരങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ലക്ഷ്മി കുടിക്കാനുണ്ടെങ്കിലും ഇതാ ഇപ്പൊ കൊണ്ടുവരാം. ഇവളുടെ ഒരേ ഒരു മോളാണ് ബീസു. അവളുടെ ബാപ്പ കുഞ്ഞിലേ മരിച്ചുപോയി. പടച്ചോൻ എല്ലാവിധ ഐശ്വര്യങ്ങളും എനിക്ക് ആവശ്യത്തിലേറെ തന്നിട്ടുണ്ട്. മക്കളുടെ കാര്യത്തിൽ മാത്രമേ ലുപ്ത് കാണിച്ചുള്ളൂ. സ്വന്തം മോളല്ലെങ്കിലും ഞാൻ കടം കൊണ്ട മുത്ത ആ ഓള്. അവളുടെ ജീവന നിങ്ങളുടെ മോൻ രക്ഷിച്ചത്. വലിയ സന്തോഷമുണ്ട്. നമ്മുടെ ആയുസൊക്കെ ഒടയതമ്പുരാന്റെ ഖജനാവിലല്ലേ? ആ സൂക്ഷിപ്പുകാരൻ തീരുമാനിക്കുന്ന പോലെ എല്ലാം നടക്കൂ. എന്റെ മോൻ അതിനൊരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ. അതാരാ? ഞാൻ പറഞ്ഞില്ലേ, ആ സൂക്ഷിപ്പുകാരൻ. ആയുസിന്റെ കാര്യത്തിൽ അവൻ എന്റെ പൊടിമോളോട് ഒരു തമാശ കാണിച്ചു. ഒരു കണക്കിന് അവനെ കുറ്റം പറയാൻ പറ്റില്ല. എല്ലാ സൗഭാഗ്യങ്ങളും അവൻ കൈ നിറച്ച് ഞങ്ങൾക്ക് തന്നു. പക്ഷേ അത് കൊണ്ടു നടക്കാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ലാതെ പോയി. മോൾക്ക് എന്താ പറ്റിയത്? കുടുംബക്കാരെല്ലാം ചേർന്ന് മുറച്ചെറുക്കനുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചു. അപ്പോഴാണ് കൂടെ പഠിച്ച ഒരുത്തനെ ഇഷ്ടമാണെന്നുള്ള കാര്യം അവൾ പറയുന്നത്. ഓ, ഒരിക്കലും അംഗീകരിക്കാൻ വയ്യാത്ത ബന്ധമായിരുന്നു അത്. എല്ലാവരും എതിർത്തു. ഏറ്റവും കൂടുതൽ എതിർത്തത് അച്ഛനും അമ്മയും തന്നെയാണ്. പക്ഷെ അവള് ഞങ്ങളെ തോപ്പിച്ചു കളഞ്ഞു. കല്യാണത്തിന് തലേന്ന് അവൾ തൂങ്ങി മരിച്ചു. മോളുടെ മരണത്തെക്കുറിച്ചുള്ള കുറ്റബോധം ലക്ഷ്മിയെ മാനസികമായി തളർത്തി. അവിടം വിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ ഒടുവിൽ ഡോക്ടറാണ് ഉപദേശിച്ചത്. അങ്ങനെയാണ് ഞങ്ങൾ ഈ സ്ഥലത്തെത്തിയത്. മോൻ എഞ്ചിനീയറാ. ഗൾഫിലൊരു ജർമ്മൻ കമ്പനിയിൽ നല്ല ജോലി ഉണ്ടായിരുന്നതാ. പെങ്ങളുടെ കല്യാണം കൂടാൻ വന്നു, പിന്നെ തിരിച്ചു പോയിട്ടില്ല. മോനിപ്പോ എന്ത് ചെയ്യുന്നു? അവനിപ്പോ സ്വന്തമായിട്ട് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്നു. എന്താ ഇത്ര നാണിക്കാൻ? നീലാകാശത്തിന് വസ്ത്രമുണ്ടോ? ഇല്ല. ആകാശത്ത് നിലാവ് പൊഴിക്കുന്ന ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും മുഖം മറയ്ക്കാൻ ഒരു മൂടുപടം പോലുമില്ല. പിന്നെ എന്തേ നിനക്ക് മാത്രം ഇത്ര നാണം? സർ, ആ വീടിന്റെ പ്ലാൻ കാണാൻ മിസ്സസ് മേനോൻ വന്നിരിക്കുന്നു. ഓ, മിസസ് മേനോൻ. മിസ്റ്റർ മേനോന്റെ വൈഫ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹസ്ബൻഡ് ഇന്നലെ വിളിച്ചിരുന്നു. എന്തായും ചോദിച്ചു. ഏതാണ്ടൊരു സ്ട്രക്ചറൽ ഡ്രോയിങ് ആയിട്ടുണ്ട്. രമേശ, എന്താ സാർ? മിസസ് മേനോന്റെ പ്ലാൻ അവിടെ ഇരിപ്പുണ്ട്. അതിങ്ങ് എടുത്തോളൂ. ശരി സാർ. എക്സ്ക്യൂസ് മീ, ടീ, കോഫി, കൂൾ ഡ്രിങ്ക്സ്, എനിത്തിങ്? നോ താങ്ക്സ്. വർക്ക് എന്നത്തേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? പ്ലാൻ അപ്രൂവ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഡേ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതങ്ങ് കൊടുത്തോളൂ. മേഡത്തിന്റെ ഐഡിയ ഏതാണ്ട് ഞാൻ മനസ്സിൽ കണ്ടു വരച്ചതാ. എങ്ങനെയുണ്ട്? ഇനി ഹസ്ബൻഡിന് വല്ല സജഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാട്ടോ. സ്ട്രക്ചർ എങ്ങനെ? ഫ്രണ്ട് വ്യൂയിലുള്ള 2 പില്ലറിനും നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് അതിന്റെ മുകളിലുള്ള ആർച്ച് കാണാൻ നല്ല ഭംഗിയുണ്ടാവും, ഇല്ലേ? ഏറ്റവും മുകളിൽ കാണുന്ന 2 സ്തംഭങ്ങൾ. ഹസ്ബൻഡ് ഗൾഫിലാണെന്ന് വെച്ച് എന്ത് തോന്നിയ സാവന്ന? വീട് പണിന്ന് തോന്നിയാണോ മാഡം? കണ്ട മാന്യൻ. മനസ്സിലേക്കോ? ഇവർക്കെന്താ വട്ടായോ? അയ്യേ, അല്ല, ഇവരുടെ ഭർത്താവ് ഗൾഫിലായത് എന്റെ ഭാഗ്യം. എവിടെ തിണ്ടി? ഇവിടെ വാടി. ചോദിക്കും ബേബിക്ക് വലിയ ഹെഡ് വെയിറ്റാ. നിന്നെയാൾ വെള്ളത്തിന് മുങ്ങിയെടുത്തത്? ഈ മരം കയറി പെണ്ണിനെ എത്ര പാടുപെട്ടിട്ടാ കിട്ടിയെന്നറിയോ? ഇനി ഇപ്പൊ ഇവള് പറഞ്ഞില്ലെങ്കിലും ഈ ചേച്ചിമാരോടെല്ലാം നമ്മുടെ കുഞ്ഞിപ്പാത്തു പറയും. പറ കുഞ്ഞിപ്പാത്തു. ഏയ് കുഞ്ഞിപ്പാത്തു, ആ നീ ഞങ്ങൾക്ക് വാക്ക് തന്നതെല്ലാം പറയാന്ന്. ചോദിച്ചെല്ലാം മേടിച്ചു തരോ? തരാം. എങ്കിലിനി എല്ലാം ഈ കുഞ്ഞിപ്പാത്തു പറഞ്ഞുതരാം. അയ്യോ, നമ്മള് നിലവിളിച്ചതും ആ ചെക്കനോടി വന്ന് പുഴയിലേക്ക് ഒറ്റ
എന്നിട്ട് നച്ചിതാത്ത എന്താ ഇങ്ങനെ രണ്ട് കൈ കൊണ്ടും പൊക്കിയെടുത്ത് കരയിലോട്ട് വന്നു. എന്നിട്ട് ആ ചെക്കൻ മുണ്ടിരിഞ്ഞ നച്ചിതാത്തെ പൊളിപ്പിച്ചു. അപ്പൊ നച്ചയുടെ ദേഹത്ത് ഒന്നും ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു, അരഞ്ഞാണം. ഒരു ചിത്രകാരന്റെ ഭാഷയെ പറഞ്ഞ നക്ഷത്രത്തിളക്കമുള്ള കണ്ണുകൾ, നില പൊഴിക്കുന്ന ചുണ്ടുകൾ, മാൻപേടകൾ കൊമ്പുരുസി രമിക്കാൻ കൊതിക്കുന്ന മൂക്കുകൾ. നീ ഇതെങ്ങോട്ടാ? ഓഫീസിലേക്ക്. ഈ കോലത്തിലാ? അയ്യേ, ഇതെന്ത് കോലം? ഞാനെന്താ ഇങ്ങനെ? ഓ, മനസ്സ് മുഴുവൻ കൺസ്ട്രക്ഷന്റെ മൂടായതുകൊണ്ട് എനിക്കൊന്നും ഓർമ്മയില്ല. ഞാനിപ്പോ തന്നെ റെഡി ആയിക്കോളാം. ദാ ഒന്ന് നന്നേ, ഇങ്ങോട്ടൊന്ന് വന്നേ, ഒന്ന് കാണട്ടെ. നബീസ് പേരല്ലേ? അതെ, നച്ചിന്ന ചെല്ലപ്പേര്. ആ, എന്റെ പൊടിമോക്കും ഇതേ പ്രായമായിരുന്നു. പഠിക്കാൻ വലിയ മിടിക്കായിരുന്നു. അടുക്കളയിൽ എനിക്ക് ഒരു സഹായത്തിനും കിട്ടില്ല. എന്തെങ്കിലും പറഞ്ഞാ മൂക്കെത്താ ദേഷ്യം, പിന്നെ സമരം ഭക്ഷണത്തിനോടാ. വാശിക്കാരിയാ, അതുകൊണ്ടല്ലേ. എല്ലാം വല്യമ്മ പറഞ്ഞു. എടി, 8:02 ബസ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ട്യൂഷൻ മിസ്സാവും. എങ്കിൽ വൈകണ്ട, പോയിക്കോളൂ. ശരി. ഇതെന്താ അത്ര ധൃതിയില്? വല്ലതും കഴിച്ചോ നീ? എനിക്കിപ്പോ ഒന്നും ഇറങ്ങൂല, ഞാനൊരു കൺസ്ട്രക്ഷന്റെ മൂടില്ല. പോയോ? നോക്കിയേ, എന്താ ഇത്? എന്ത് പുതിയ തുമ്പിക്കയോ? സംഗതി കൊള്ളാം. മേജിക്കാരനാണോ? അങ്ങനെയൊന്നുമില്ല. ഉടുത്തലുങ്കി ഇത് കുറെ ഉണ്ടല്ലോ. വേണോ? ബൈക്കിന് വെയിലുള്ളാതിരിക്കാൻ വേണ്ടി കൊണ്ടു നടക്കുന്ന റെയിൻകോട്ടാ. സോറി. ഒന്ന് നോക്കിയോണേ. നോക്കിക്കോളാം. നോക്കിയാൽ മതി, അടിച്ചു മാറ്റരുതേ. എവിടെ പോയത്? ഹായ് ഹായ്, എന്തൊക്കെ വാങ്ങി നോക്കട്ടെ. ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയല്ലേ? ഏയ്, മിസ്സിസ് മേനോൻ. അസലീലും വരച്ച് കാണിച്ചതും പോലെ പുറകെ കൂടി ശല്യം ചെയ്യുന്ന വൃത്തികെട്ടവനെ. ഹലോ, രാവിലെ എന്നെ കണ്ടപ്പോ മുങ്ങിയല്ലേ? എന്താ ഒന്നും മിണ്ടാത്തെ? കുറച്ചു നാളായി മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു സംശയമുണ്ട്. അത് നേരിട്ട് കണ്ട് ചോദിക്കാനായിരുന്നു കാണാൻ ശ്രമിച്ചത്. മറ്റൊന്നുമില്ല, ഈ കാണാഭാഗത്ത് മറുകുണ്ടായ ഭാഗ്യമല്ലേ? ഉമ്മയോ? അതിപ്പം ഫോണിലൂടെ ആദ്യമായിട്ട് ഉമ്മ തരുമെന്ന് കേട്ടപ്പോ ശരിക്കും ഞാൻ ടെൻഷനായിട്ടോ. ചോദിച്ച ഞാൻ എങ്ങനെ തരാതിരിക്കുക? എന്തു പറ്റി? കണ്ണിലൊരു കരട് പോയി. കണ്ണി കരട് പോയാ പല്ലിലാണോടാ കുത്തുന്നത്? കണ്ണി പോയ പല്ലിലല്ലാണ്ട് പിന്നെ മൂക്കിലെ കുത്ത. വീട്ടിൽ യാതൊരു ഫ്രീഡം ഇല്ലെന്ന് വെച്ചാ ഇവന്റെ കണ്ണിലല്ല, കരളിലാണ് കരട് വീണിരിക്കുന്നത്. ഫോണിലൂടെ അയാൾ എന്തൊക്കെയാ പറഞ്ഞത്? ഒരു നാണമില്ലാത്ത പഹയൻ. ഏയ്, എന്തേ ഉത്തരം പറഞ്ഞില്ല? പോയോ? കറണ്ട് ഇന്ന് നേരത്തെ പോയല്ലോ. നബീസു, ഞാൻ ഇവിടെ ഉണ്ടുമ്മ.
ഏയ് സുഖാണോ?